മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതിൽ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോസെൻസ് സംസ്ഥാനതല വിതരണ ഉദ്ഘാടനവും ശുചിത്വ പഠനോത്സവവും ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൃത്താല എക്സൈസ് റേഞ്ച് ഓഫീസ് കെട്ടിട നിർമ്മാണോദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു. ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സൗഹൃദ നൈപുണ്യ വികസനം എന്നിവയിൽ നമ്മുടെ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഈ വർഷം 45,830 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നു. ഈ സംരംഭത്തിൻ്റെ വലിയ വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. പാഠപുസ്തകത്തിലെ അറിവുകൾക്കപ്പുറം മാലിന്യ നിർമ്മാർജ്ജനത്തിലും ഗ്രീൻ പ്രോട്ടോകോൾ പാലനത്തിലും പ്രായോഗികമായ അറിവ് നേടാൻ ഇത് വിദ്യാർത്ഥികളെ സഹായിച്ചു. സ്വന്തം വീടുകളിലെ മാലിന്യ സംസ്കരണം മുതൽ ഹരിത വിദ്യാലയം എന്ന സ്വപ്നം വരെ യാഥാർത്ഥ്യമാക്കുവാൻ നമ്മുടെ കുട്ടികൾക്ക് ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. പാഠപുസ്തകങ്ങളിൽ നിന്നും ലഭിക്കുന്ന അറിവുകൾക്കു പുറമെ മാലിന്യ നിർമ്മാർജ്ജനത്തിലും ഹരിതചട്ടത്തിലും പ്രായോഗികമായ അറിവുകൾ കുട്ടികൾ നേടേണ്ടത് അനിവാര്യമാണെന്നും പുതുതലമുറ പരിസ്ഥിതി ബോധമുള്ളവരായി വളരണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വിദ്യാർത്ഥികൾക്ക് ശുചിത്വരംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. മാലിന്യ സംസ്കരണ രംഗത്ത് ജനങ്ങളുടെ മനോഭാവം ഇനിയും മാറേണ്ടതുണ്ട്. ഈ മാറ്റത്തിന് വഴിയൊരുക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. 45,830 വിദ്യാർത്ഥികളെയാണ് ഈ വർഷം ഇതുവരെ ഇക്കോസെൻസ് സ്കോളർഷിപ്പിനായി തിരഞ്ഞെടുത്തത്. ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് 50 പേർക്കും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 75 പേർക്കും കോർപ്പറേഷനുകളിൽ നിന്ന് 100 പേർക്കുമാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ വിദ്യാർത്ഥിക്കും 1,500 രൂപയും പ്രശസ്തി പത്രവുമാണ് നൽകുന്നത്. വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയമായ പാഴ്വസ്തു പരിശീലന ശീലം വളർത്തുക, ഹരിത നൈപുണ്യങ്ങൾ വികസിപ്പിക്കുക, പ്രാദേശികമായ മാലിന്യ പ്രശ്നങ്ങൾക്ക് നൂതന പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നിവയാണ് സ്കോളർഷിപ്പിലൂടെ ലക്ഷ്യമിടുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പാലക്കാട് തൃത്താല ഗാമിയോ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി മുഖ്യാതിഥിയായി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി TV അനുപമ സ്വാഗതവും പാലക്കാട് ജില്ലാ ജോയിന്റ് ഡയറക്ടർ K ഗോപിനാഥൻ നന്ദിയും പറഞ്ഞു. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഡോക്ടർ TV നിഷ, ജയന്തി വിജയകുമാർ, K ശശിരേഖ, നസീമ നാസർ, റംല വീരാൻകുട്ടി, KP വിപിലെ, സംസ്ഥാന ശുചിത്വ മിഷൻ ഡയറക്ടർ S ജഹാംഗീർ, ഒറ്റപ്പാലം DO സിജു തോമസ്, തൃത്താല AO K പ്രസാദ്, തൃത്താല പഞ്ചായത്ത് അംഗങ്ങൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.